തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് മഹാരാഷ്ട്ര. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ കത്തിക്കയറി ഇരു മുന്നണികളും. ദേശീയ നേതാക്കൾ കളം നിറഞ്ഞ ദിവസമാണ് കടന്നുപോയത്. പരസ്പരം കൊമ്പുകോർത്ത് മോദിയും രാഹുൽ ഗാന്ധിയും മഹാരാഷ്ട്രയിൽ. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ആവേശം ആളിക്കത്തിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിവിധ യോഗങ്ങളിലായി വിമർശനങ്ങളുമായി കത്തിക്കയറിയത്. जम्मू कश्मीर में बाबा साहब आंबेडकर का संविधान नहीं चलता था. നരേന്ദ്രമോദി ഭരണഘടന വായിക്കാത്തതിനാലാണ് ശൂന്യമായി കരുതുന്നതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. तो मैं उनको कहना चाहता हूं, नरेंद्र मोदी जी, आप इस संविधान को समझे नहीं हो. മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ്. कि सरकार को गिराने की जो मीटिंग हुई थी उसमें अदानी जी बैठे थे. अदानी जी क्यों बैठे थे राजनीतिक मीटिंग में? क्योंकि वे धारावी चाहते हैं. 1 लाख करोड़ रुपए का फायदा इस सरकार ने अदानी जी को दिलवाया है. किसकी जमीन? आपकी जमीन. പ്രസംഗത്തിലുടനീളം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചു. മഹാരാഷ്ട്രയിൽ 5 ലക്ഷത്തോളം പേർക്ക് ലഭിക്കേണ്ട തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അതേസമയം വെള്ളത്തിൽ നിന്നെടുത്ത മത്സ്യത്തെ പോലെയാണ് കോൺഗ്രസ് എന്നും അധികാരമില്ലാതെ അവർ പിടയ്ക്കുകയാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. सरकार बनाने के लिए तड़प रही कांग्रेस बिना पानी को जैसे मछली तड़पती है ना. പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ അവശേഷിക്കെ കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ വലിയ നിര തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വേദികളിൽ നിറഞ്ഞു നിന്നത്. काय समजतात ते स्वतःला स्वतःच्या खिशातून पैसे देतात. आम्ही टॅक्स भरतो म्हणून तुम्ही ही योजना सुरू केली. ही लढाई महाविकास आघाडी आणि महायुती अशी नाहीच आहे. ही महाराष्ट्र प्रेमी आणि महाराष्ट्र द्रोही अशी ही लढाई आहे. ദാദറിലെ ശിവാജി പാർക്കിലും നവി മുംബൈയിലെ ഖാർഘറിലും മോദിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടന്നു. കൊട്ടിക്കലാശത്തിന് സമാനമായിരുന്നു ശിവാജി പാർക്കിലെ റാലി. മഹാനഗരത്തിൽ താക്കറെ പക്ഷം ശിവസേന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് BJP-യാണ്. മഹായുതി സഖ്യത്തിലെ വിള്ളൽ പ്രചാരണ വേദികളിലും പ്രകടമായിരുന്നു. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ.